ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ പല്ലീനെ പട്ടി കടത്തി എങ്ങനെ വിടാം എന്നുള്ളതാണ് കേട്ടോ. പല്ലി നമ്മൾ വിചാരിക്കുന്ന അത്ര നിസ്സാരക്കാരനല്ല. പല്ലിയുടെ ശരീരത്തിൽ ഈ സാൽമണല്ല ബാക്ടീരിയ എന്നുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ഹ്യൂമൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ രാത്രികളിലാണ് ഈ മെയിനായിട്ട് ഈ പല്ലി ഇറങ്ങി നടക്കുന്നത് അല്ലേ. നമ്മൾ പകലൊന്നും വീട്ടിൽ എവിടെ നോക്കിയാലും ഈ സാധനത്തിനെ കാണാൻ പറ്റില്ല. പക്ഷേ രാത്രിയായി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നെങ്കിലുമൊക്കെ ഇറങ്ങി വരും. അപ്പം നമ്മൾ കാണില്ല രാവിലെ. ഇപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ തന്നെ നമ്മളവിടെ ആ പല്ലി പോയ സ്ഥലത്ത് കൈ വെച്ചിട്ട് അവർ ഫുഡ് കഴിക്കുമ്പോൾ കൈ കഴുകാതെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ കുഴപ്പത്തിലേക്കൊക്കെ പോവും. അപ്പം നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ച് തന്നെ എങ്ങനെ ഇതിനെ തുരത്താം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ചിലർക്ക് ഈ ബാക്ടീരിയ മൂലം അലർജറ്റിക് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു സവാളയാണ് കേട്ടോ. ആ സവാള നമ്മൾ തൊലി ഉരിച്ചിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 8-10 കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നല്ലപോലെ അരഞ്ഞ് കിട്ടൂല. അപ്പം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മളത് അരിച്ചെടുക്കണം കേട്ടോ. ഒരു അരിപ്പയിൽ വെച്ചിട്ട് അതിൻ്റെ നീര് മാത്രമാക്കി എടുക്കുക. നമ്മൾ അതിനകത്തേക്ക് കംഫർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 മൂടി കംഫർട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ പകൽ സമയത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ ജനലിൻ്റെ കർട്ടൻ്റെ ബാക്കിലും ജനലിലും പിന്നെ വാതിലിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വരുന്നൊരു സംശയം എന്താണെന്ന് ഞാൻ പറയട്ടെ. നമ്മൾ സവാള അരയ്ക്കുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് ഒരു ബാഡ് സ്മെല്ല് വരും. അപ്പം നമ്മൾ മെയിനായിട്ട് ഹാളിലും സിറ്റ് ഔട്ടിലൊക്കെ ഒഴിക്കുമ്പോൾ ബാഡ് സ്മെല്ല് വരും എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈ കംഫർട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഗുഡ് സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പം നമ്മളത് ഹാളിലോ എവിടെ വേണമെങ്കിലും ഒഴിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു ബാഡ് സ്മെല്ലൊന്നും വരില്ല. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പല്ലിയുടെ ശല്യം നമ്മുടെ വീടിൻ്റെ 7 പോലും വരില്ല കേട്ടോ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്, നല്ല റിസൾട്ട് ഉണ്ടായിട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പല്ലി ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ പല്ലിയല്ലേ സാരില്ല എന്ന് വിചാരിക്കരുത്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടൊന്ന് പറഞ്ഞേക്കണേ. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.